ഇവിടെ ആദ്യം റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? ഒരു ഉദാഹരണം പോലെ പറയാം. ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാണ്. ഞാനൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യാണ്. വിസിറ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. നല്ല തിരക്കുള്ള സമയം. ഈ തിരക്കുള്ള സമയത്ത് കൗണ്ടറിൽ ബില്ല് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ, അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണത്തിൽ ഒരു കുറവ് പോലെ എനിക്ക് തോന്നി. കസ്റ്റമേഴ്സ് ക്യൂ നിൽക്കുന്നുണ്ട്. ഉടനെ ഞാനങ്ങ് തീരുമാനിക്കുകയാണോ ഒരു റിക്വയർമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്? അങ്ങനെയല്ല. ഈ റിക്വയർമെൻറ്റ് തീരുമാനിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം മനസ്സിലാക്കണം, നമുക്ക് ഈ പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റിൻ്റെയും ടെമ്പററി എംപ്ലോയ്മെൻറ്റും എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് ബേസ് ആയിട്ടൊന്ന് നോക്കാം. എക്സാമ്പിളിന് ഒന്നുകൂടെ എക്സാമ്പിളിൽ തന്നെ പോകാം, കാരണം നമുക്കിതൊരു തിയറി ആധാരണ എക്സാമ്പിളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് മാസശമ്പളത്തിന് ഒരാളെ വയ്ക്കുന്നത് പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് പോലെ കണക്കാക്കാം. സ്പെഷ്യൽ ദിവസങ്ങളിൽ, എനിക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ ടെമ്പററി ആയിട്ട് ഞാൻ ആൾക്കാരെ വിളിക്കുന്നതിന് ടെമ്പററി എംപ്ലോയ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റിന് ഒരാളെ ഞാൻ വെക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഫിക്സഡ് എക്സ്പെൻസസ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. എല്ലാ മാസവും ശമ്പളം കൊടുക്കണം. തിരക്കുണ്ടെങ്കിലും തിരക്കില്ലെങ്കിലും ജോലി ഉണ്ടെങ്കിലും അവർ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു സാലറി കൊടുക്കാൻ ബാധ്യസ്ഥരാകും. ജോലി ഉണ്ടെങ്കിലും എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുന്നതിനല്ല, നമ്മളൊരു സ്പെസിഫിക് റോളിൽ ഒരു വ്യക്തിനെ കൊണ്ടുവരുന്നു. ആ വ്യക്തിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് ലോഡ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ചില സമയത്ത് അത് നമുക്ക് മുഴുവനും കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അവർക്ക് വർക്ക് കൊടുക്കേണ്ടതും നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയാണ്, സാലറി കൊടുക്കേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കൊരു ഫിക്സഡ് എക്സ്പെൻസസ് അവിടെ ജനറേറ്റ് ആവുകയാണ്. നമ്മൾ സ്പെഷ്യൽ ടെമ്പററി എംപ്ലോയ്മെൻറ്റ് പോലെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഫിക്സഡ് എക്സ്പെൻസസ് അല്ല, ആ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മുടെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരുന്നു. ആ പർട്ടിക്കുലർ ഡേയുടെ മാത്രം സാലറി കൊടുക്കുന്നു. നമ്മൾ അവരെ പറഞ്ഞയക്കുന്നു. അടുത്ത ആവശ്യം വരുന്ന സമയത്ത് നമ്മളവരെ വിളിക്കുന്നു. ഇതൊരു സാറ്റർഡേ സൺഡേയുടെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസിൽ ആൾക്കാരുടെ എണ്ണം കുറവ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ വാക്കിങ്സ് കൂടുതലുണ്ട്. നമ്മുടെ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് പ്രോപ്പറായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാനും നമ്മളുടെ പ്രോഡക്റ്റുകൾ തെഫ്റ്റ് ആവാതിരിക്കാനും ഒരു ശ്രദ്ധ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അവർക്കൊരു പോക്കറ്റ് മണിയും കൂടെ ആയിക്കഴിഞ്ഞു നമ്മൾക്ക് പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റിന് പകരം പാർട്ട് ടൈം ആയിട്ട് തന്നെ ആൾക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ ആളെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് വർക്ക് ലോഡ് അനലൈസ് ചെയ്യാനുണ്ട്. ഈ ഒരു സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രമാണോ നേരത്തെ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ ഒരു പ്രശ്നമുള്ളത്? അതായത് കാഷ്യേഴ്സിൻ്റെ എണ്ണം, ബില്ലിംഗ് കൗണ്ടറിലെ ആൾക്കാരുടെ എണ്ണം കുറവാണ്. ബില്ലിംഗ് കൗണ്ടറിലുള്ള ആൾക്കാരുടെ എണ്ണം കുറവായത് കാരണം കസ്റ്റമേഴ്സിന് കൂടുതൽ നേരം ക്യൂ നിൽക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നമുക്കൊരു അഡീഷണൽ ബില്ലിംഗ് സ്റ്റാഫിനെ വേണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ നോക്കുന്നു. എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്? ഈ 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ദിവസം ഇവർക്ക് ബില്ല് ചെയ്തിട്ട് ഓരോരോ പ്രോഡക്റ്റും ബില്ലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ആക്ടിവിറ്റിക്ക് അവർക്കൊരു ഡബിൾ ടൈമാണ് അവിടെ കൺസ്യൂം ആവുന്നതെങ്കിൽ നമ്മുടെ ടെമ്പററി എംപ്ലോയീസിനെ സപ്പോർട്ടിനായിട്ട് നമുക്ക് വിളിക്കാവുന്നതാണ്. ക്യാഷിൽ ചെയ്യുന്ന കാഷ്യർ അല്ലെങ്കിൽ ആ ബില്ലിംഗ് ക്ലർക്ക് അവർ ബില്ല് മാത്രം ചെയ്യുന്നു. ഓരോരോ ബില്ലും പ്രോപ്പറായിട്ട് പഞ്ച് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. ഈ ബില്ല് പേയ്മെൻ്റ് ആയതിനു ശേഷം അതിന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ബാഗുകളിലാക്കി കൊടുക്കുന്നത് ഈ പെർമനൻറ്റ് എംപ്ലോയീസ് അല്ല, പാർട്ട് ടൈം എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സമയം, അതായത് ബില്ലിംഗ് ടൈം നമുക്ക് പകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയും. എങ്ങനെയാണ് പകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയുക? ഒരു ബില്ല് മുഴുവനായിട്ട് ചെയ്യേണ്ട സമയത്തോളം സമയം വീണ്ടും അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ബാഗിലാക്കാനായിട്ട് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബില്ലിംഗ് സമയം പകുതിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു. അപ്പോൾ പാർട്ട് ടൈം എംപ്ലോയീസിനെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഈ പാർട്ട് ടൈം എംപ്ലോയീസിനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ്, പെർമനൻ്റ് അല്ല ടെമ്പററി എംപ്ലോയീസിനെ നമ്മൾ പാർട്ട് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് വേണമെങ്കിൽ വെക്കാം. ഈ ടെമ്പററി എംപ്ലോയീസിനെ കൊണ്ട് തന്നെ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമുക്ക് പരിശോധിക്കാം, ഈ ഒരു സമയത്ത് നമ്മളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്ലോർ അറ്റൻഡേഴ്സ് എത്രത്തോളം സഫിഷ്യൻ്റ് ആണ്, അവരുടെ ഏതെങ്കിലും ഒരു ഹെൽപ്പ് കൂടെ നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ലോഡ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് തരത്തിലുള്ള ആളെയാണ് സെലക്ട് ചെയ്യുക എന്ന് തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ
പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റിനെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കാം. എപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യകത വരുന്നത്? ഇപ്പോൾ ഒരു ബില്ലിംഗ് ക്ലർക്ക് അദ്ദേഹം ഒരു ആവറേജ് ബില്ലിംഗ് ഒരു ദിവസം 100 ബില്ല് വീതം ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്ക് ലോഡ് അദ്ദേഹത്തിന് ഒരു ഈക്വലായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഓവർലോഡ് അദ്ദേഹത്തിന് വരുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മൾ എപ്പോഴാണ് ഇനി ഒരു ബില്ലിംഗ് ക്ലർക്കിനെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു സിനാരിയോ വരിക? ഈ ബില്ലിംഗ് കൗൺസിൽ ഒരു ഉയർച്ച വരുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ബില്ലിംഗ് ക്ലർക്കിന് നോർമൽ 100 അദ്ദേഹത്തിന് ആവറേജ് ആയിട്ട് വർക്ക് ലോഡ് ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 150 ബില്ല് വരെ ആവറേജ് പഞ്ചാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ബില്ലിംഗ് ക്ലർക്കിൻ്റെ ആവശ്യകത നമുക്ക് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രോയിങ് കമ്പനിയാണ് എന്ന് വിചാരിക്കുക. ഗ്രോയിങ് കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കമ്പനിയും ഗ്രോ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുമല്ലോ. പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിളിന് പെർ ഡേ ഒരു 4 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്, ഏരിയ ആണ് നമ്മളുടേതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെയിൽ 1 ലക്ഷം 1.5 ലക്ഷത്തിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കിനി മാർക്കറ്റിൽ പൊട്ടൻഷ്യലുണ്ട്. ആ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഈ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ബില്ലിംഗ് ക്ലർക്കിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഒരു 1.5 മടങ്ങ് വരെ, അതായത് 100 ബില്ല് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിന് ഒരു 150 ബില്ല് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഡീഷണൽ ബില്ലിംഗ് ക്ലർക്കിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നമ്മളുടെ സെയിൽസ് ഇൻക്രീസ് ആവുന്നതോടൊപ്പം ഈ പുതിയതായിട്ട് വരുന്ന ബില്ലിംഗ് ക്ലർക്ക് കൂടെ ട്രെയിൻ ആവുകയും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു 200 ബില്ല് വരെ ഈസി ആയിട്ട് ബില്ല് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്കും എത്തും. അപ്പോൾ ഈ 150 നിന്ന് 200 വരെ എത്താവുന്ന ടൈം വർക്ക് ലോഡ് കൂടുതലില്ലാതെ ഇവർക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ട് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇവരെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, ചില സമയത്ത് മാർക്കറ്റ് സാച്ചുറേറ്റ് ആയിട്ടുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 ലക്ഷം എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ നമുക്ക് മനസ്സിലാവും ഈ മാർക്കറ്റിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു മാർക്കറ്റിൽ നമ്മളായിരിക്കും ലീഡേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വേറെ ഒരു മാർക്കറ്റ് ഫോക്കസ് ചെയ്തിട്ട് നമ്മളുടെ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യും, പുതിയ ഷോപ്പ് ആഡ് ചെയ്യും, അങ്ങനെ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് പ്ലാൻ ചെയ്യും. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പർട്ടിക്കുലർ ഷോപ്പിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ബില്ലിംഗ് ക്ലർക്കിൻ്റെ സിനാരിയോ എങ്ങനെയാണെന്ന് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 150 എന്നുള്ള ഒരു 170 വരെ 180ൻ്റെ അടുത്തൊക്കെ ബില്ല് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ബില്ലിംഗ് ക്ലർക്കിൻ്റെ സഹായം നമുക്ക് തേടാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ 2 പേർക്കും ഒരു 180 വെച്ച് പോകണമെങ്കിൽ 90 എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബാലൻസ്ഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇത് അവരുടെ വർക്ക് ലോഡ് കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കൊരു 100ൻ്റെ മുകളിൽ ബില്ലിംഗ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ 120 130 ബില്ലിംഗ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു എംപ്ലോയിനെ ഇവർക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മളിലുള്ള തന്നെ ഫ്ലോർ അറ്റൻഡേഴ്സോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം എംപ്ലോയീസോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെമ്പററി എംപ്ലോയീസിനോ പാക്കിങ്ങിനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവരെ അസിസ്റ്റ് ചെയ്യാൻ പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ വർക്ക് ലോഡ് അനലൈസ് ചെയ്തിട്ട്, ഞാൻ ഈ പറഞ്ഞതെല്ലാം ഉദാഹരണങ്ങളാണ്. ആ ബില്ലിങ്ങിൻ്റെ എങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു ചെക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനൊരു വർക്ക് ലോഡ് അനലൈസ് ചെയ്തിട്ട് അത് വേണം നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ചിന്തയിലേക്ക് തന്നെ പോകാനായിട്ട്. നമ്മുടെ റിക്വയർമെൻറ്റ് അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. നമ്മുടെ റിക്വയർമെൻറ്റ് മനസ്സിലായ ഉടനെ തന്നെ അതിനാവശ്യമുള്ള ആളെയും കൂടെ നമ്മൾ സെലക്ട് ചെയ്യണ്ടേ. എക്സാമ്പിളിന് നമുക്കൊരു ഡെലിവറി ബോയിനെയാണ് ആവശ്യം. അപ്പോൾ ഡെലിവറി ബോയ്സിനെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ആരോഗ്യമുള്ള ആൾക്കാരെ നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം കസ്റ്റമേഴ്സിന് പലപ്പോഴും ഈ പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ അതുകൊണ്ടായിരിക്കുമല്ലോ ഡെലിവറി ആവശ്യപ്പെടുക. അപ്പോൾ കുറച്ചുകൂടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ഈസി ആയിട്ട് ഈ ഡെലിവറി മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതല്ലാതെ നമ്മൾ കുറച്ചുകൂടെ വീക്കായിട്ടുള്ള, ഞാൻ ഒരിക്കലും ബോഡി ഷെയിം ചെയ്യല്ല, ബട്ട് ഫിസിക്കൽ സ്ട്രെങ്ത് എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ, ഡിഫറൻസസ് ഉണ്ടല്ലോ. അങ്ങനെ കുറച്ചുകൂടെ വീക്കായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു നീഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ ഇത് ഓപ്റ്റ് ചെയ്യായിരിക്കും. പക്ഷേ വർക്ക് ലോഡ് വളരെ കൂടുതലായിരിക്കും അവർ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അത് അവരുടെ ഫിസിക്കലിയും അവരെ മെൻ്റലിയും ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ ഔട്ട്പുട്ടും വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വളരെ ഈസി ആയിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ടൈം സേവ് ആവുന്നുണ്ടാവും, അവരും ആ ഒരു പ്രോപ്പർ മെത്തേഡിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവും. ഇതുപോലെ നമ്മളൊരു അക്കൗണ്ടൻറ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലോ, അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ പല സ്ഥാപനങ്ങളിൽ
പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അക്കൗണ്ടൻ്റ് ആയിട്ട് നമ്മളടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റിൽ ജോലി ചെയ്യുന്നത് പോലെയല്ല ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അക്കൗണ്ട്സ് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. ഇതിൻ്റെ ഫങ്ഷൻസും ഫണ്ടമെൻ്റൽസ് ഒക്കെ ഒന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ മാർക്കറ്റ് റിലേറ്റഡിൽ ജോലി ചെയ്തിട്ട് പരിചയമുള്ള ആളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതിൽ മികച്ചതെന്ന് തോന്നുന്നു നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡുള്ള ഒരു അക്കൗണ്ടൻറ്റിന് ആവശ്യമുള്ള സമയത്ത് അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് മെൻഷൻ ചെയ്തിരിക്കണം. നമ്മളതിന് തീരുമാനമെടുത്തിരിക്കണം എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റീസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനലൈസ് ചെയ്തു. അതുപോലെ തന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ആളെ വേണമെന്ന് തീരുമാനിച്ചു. അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. അഡ്വർടൈസിങ് ആണല്ലോ. അല്ലാതെ നമ്മളിതെല്ലാം നമ്മുടെ മനസ്സിൽ കൊണ്ട് സൂക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളെങ്ങനെയാണ് സാധാരണ ചെയ്യുക? നമ്മുടെ എംപ്ലോയീസിനോട് ഡിസ്കസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് വെട്ടി ഒട്ടിക്കും, ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും മോശമാണെന്നല്ല. ഇതിൽ കൂടാതെ ഇൻഡീഡ്, നൗക്കറി, അങ്ങനെ ഓൺലൈൻ പോർട്ടൽസ് ഇഷ്ടം പോലെയുണ്ട്. ഈ ഓൺലൈൻ പോർട്ടൽസിൽ നമുക്ക് വന്നിട്ട് നമ്മളുടെ ജോബ് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വന്നിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് അസോസിയേഷൻ മുഖാന്തരം നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമോ നോക്കാം. നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് വന്നിട്ട് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ പല മെത്തേഡിൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെയ്യാം. ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ ആവശ്യം അത് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ സൂചിപ്പിച്ചു ഒരു അക്കൗണ്ടൻറ്റിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുക. മിനിമം നമ്മളൊരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ സ്ഥാപനത്തിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു മിനിമം 3 വർഷം സൂപ്പർ മാർക്കറ്റിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നും സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഡെലിവറിക്ക് നമ്മൾ ആളെടുക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ ചെയ്യും ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ടിട്ട് ഏത് ഏജ് ഗ്രൂപ്പ് വരെയുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ലൈസൻസ് റിക്വയർഡ് ആണോ, 2 വീലർ ആണോ, 4 വീലർ ആണോ, 3 വീലർ ആണോ, ഏതാണ് ആവശ്യമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അത് അവർക്ക് ചോദിക്കുന്നതിൽ ഉപരി അവർക്ക് സ്ക്രീൻ ചെയ്തിട്ട് അവർക്ക് എലിജിബിൾ ആണെങ്കിൽ മാത്രം അവർ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടതാണ്. അടുത്ത് വരുന്നതാണ് അപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്യുക. സ്ക്രീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചില സ്ഥാപനങ്ങൾ ഇതൊക്കെ ഒരു തലവേദന പിടിച്ച പരിപാടിയായി മാറാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ ലുലുവിലൊക്കെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഇതിന്നൊക്കെ അപ്ലിക്കേഷൻസ് വന്നിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടിയല്ല. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിലും ഒരു പക്ഷേ നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യാം. ഇതെങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും? അപ്പോൾ അതിന് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് മാറ്റിയിട്ട് ഗൂഗിൾ ഫോംസിനെയൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ട്രഡീഷണൽ ഫോംസ് കൊടുക്കുന്ന സമയത്ത് അവർ പൂരിപ്പിച്ച് തരും. ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ജോബ് പോസ്റ്റ് ചെയ്തു, ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്തു. ഇതിന് അപ്ലിക്കേഷൻസ് ഒരു 100 അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 100 അപ്ലിക്കൻസും ഈ BCom പഠിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പോലെ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും ചിലപ്പോൾ ഗ്രാജുവേഷൻ ഇല്ലാത്ത ആൾക്കാരാവാം, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കില്ല, പല മേഖലയിൽ നിന്നും അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. കാരണം അവരുടെ പ്രതീക്ഷ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ക്രീൻ ചെയ്തെടുക്കുന്നത് ഓരോ ഫോമും നോക്കി ഇതിൻ്റെ ഡാറ്റാബേസിൽ കയറ്റി ഇതൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഗൂഗിൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഗൂഗിൾ ഫോംസിൻ്റെ ലിങ്ക്സ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഇവർക്ക് അയച്ചു കൊടുക്കുക, അതവർ പൂരിപ്പിക്കട്ടെ. ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ നിന്ന് സ്ക്രീനിങ് പ്രോസസ്സ് നടത്തുക എന്നുള്ളത്. നമ്മുടെ എക്സൽ പോലെ തന്നെ ആയിരിക്കും ഗൂഗിൾ ഷീറ്റിലായിരിക്കും ഈ ഡാറ്റ എല്ലാം വരുന്നുണ്ടാവുക. അവിടെ ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമുക്ക് സ്ക്രീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമ്മളുടെ ഒരു വലിയൊരു സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ടെലിഫോണിക് ഇൻ്റർവ്യൂ ആദ്യം നടത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇപ്പം 100 അപ്ലിക്കേഷൻസ് നിന്ന് നമ്മളൊരു 50 അപ്ലിക്കേഷൻ നമ്മൾ സ്ക്രീൻ ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. ഈ 50 അപ്ലിക്കേഷൻസിലും എല്ലാ ആൾക്കാരും
നമുക്ക് ഇൻ്റർവ്യൂവിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നല്ലൊരു സമയം തന്നെ അവിടെ കൺസ്യൂം ആകും. അപ്പോൾ നമുക്ക് കോൾ ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്നുകൂടെ സ്ക്രീൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി അവേഴ്സ് മാച്ച് ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം, ചിലപ്പോൾ നമ്മളെ ഡിസ്റ്റൻസ് കൂടുതലായത് കാരണം അതൊരു ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുണ്ടാവാം, അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവാം. നമ്മൾ ഫോണിലൂടെ സംസാരിച്ചിട്ട് അവരുടെ ഇൻറ്റൻഷൻ എന്താണ്, അവർ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുണ്ട് നമ്മളുടെ അടുത്തൊരു ഇൻ്റർവ്യൂവിന് വരാനായിട്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിലൂടെയും ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഡീഷണലായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യണം. അത് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് 2 മെത്തേഡിൽ ചെയ്യാം. ഫേസ് ടു ഫേസ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ വിർച്വൽ ഇൻ്റർവ്യൂസ് നമ്മൾ സൂമിലൂടെയോ അല്ലെങ്കിൽ ഇന്ന് വാട്സപ്പ് വീഡിയോ കോളിലൂടെയോ ഒക്കെ നമുക്ക് ഇൻ്റർവ്യൂ നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് അവർ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളതൊക്കെ നമുക്കതിലൂടെ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇത് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. ഇത് എത്ര സമയം കൊണ്ടാണ് അവർ റിപ്ലൈ ചെയ്യുന്നത് എല്ലാം നമുക്ക് അതിലൂടെ അനലൈസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളിന് നമ്മളൊരു അക്കൗണ്ടൻറ്റിന് നമ്മൾ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ റിക്വയർമെൻറ്റ് ഉണ്ട്, നമ്മൾ അവരുടെ ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ആ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് GSTയിലെ കുറച്ച് എപ്പോഴാണ് ഫയലിംഗ് ഡേറ്റ് വരുന്നത്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ എപ്പോഴാണ് ഫയലിംഗ് ഡേറ്റ് വരുന്നത്, അത് അവർ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ അവരുടെ ഒരു ആൻസർ റിപ്ലൈ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസിൽ നിന്ന് അവരുടെ ആ ഒരു ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് ഈ വരുന്ന ഉത്തരങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ അവരുടെ ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളിപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ കൂടെ അവരുടെ എക്സ്പീരിയൻസ് അന്വേഷിക്കുന്നതിലൂടെ അവരുടെ നോളജ് കൂടെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വന്നിട്ട് ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 എക്സാമ്പിൾസ് നമുക്ക് അവരോട് ചോദിക്കാം. ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഒരു ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. അതൊരു ഡെമോ ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെയാണ് ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ എന്താ സംഭവിക്കുക, എൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോലിക്ക് വരുന്നു, ഞാൻ അവരെ കണ്ടു, പെരുമാറ്റം നല്ലതാണ്, കുഴപ്പമില്ല, നന്നായി സംസാരിക്കുന്നുണ്ട്, ഫുൾ കോൺഫിഡൻസിൽ പറഞ്ഞു സാറേ എനിക്കൊരു ജോലി തന്നാൽ ഞാനിത് ചെയ്തിരിക്കും, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജോലി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് തെറ്റാണെന്നല്ല. നമ്മളുടെ ഒരു ടൈമും കൂടെ അവിടെ നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചിലവാക്കേണ്ട ഒരു സാഹചര്യം അവിടെ നേരിടേണ്ടി വരും. അപ്പോൾ അക്കൗണ്ടൻറ്റ് അതുപോലെ കീ റോൾസിലുള്ള ആൾക്കാർ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈം സേവ് ചെയ്യാനും അക്യുറസി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ പ്രോസസ്സിൽ ഒരാളുടെ ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് തുടങ്ങുന്നിടത്ത് തൊട്ട് നമ്മളുടെ ഇമ്പോർട്ടൻസ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ഷൻ പ്രോസസ്സാണ് അടുത്ത് വരുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ ആളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചു അഡീഷണൽ അസസ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുക. അക്കൗണ്ടൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻസ് മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അവർ അഡീഷണലായിട്ട് നമ്മൾ അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക. അതിലൂടെ അവരുടെ സ്കിൽസ് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ എത്രത്തോളം ആക്യുറേറ്റഡ് ആണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. എക്സാമ്പിളിന് 1-2 വൗച്ചർ എൻട്രീസ് നമുക്ക് അവർക്ക് ചെയ്യിച്ച് നോക്കാം തുടങ്ങിയ കാര്യങ്ങൾ. ഇതിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച അഡീഷണൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഇതിൻ്റെ എക്സാമ്പിൾസും കൂടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ വന്നിട്ട് ഈ കാൻഡിഡേറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഇവിടെ ചില സമയങ്ങളിൽ പരാജയം സംഭവിക്കാറുണ്ട്. ബില്ലിംഗ് ക്ലർക്കുകളുടെ കാര്യത്തിലെല്ലാം നമ്മൾ ഒരാളെ മോശമാക്കി പറയല്ല, ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ബില്ലിംഗ് ക്ലർക്കിൻ്റെ കാര്യങ്ങളിൽ പൈസയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് മിസ്മാച്ചസുകൾ നമ്മൾ ചെയ്യപ്പെടുന്ന വ്യക്തികളെ സമൂഹത്തിൽ കാണാറുണ്ട്. അവർ ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകാറുള്ളതും പതിവാണ്. കാരണം അവർക്കും ജീവിക്കണം. അപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിലുള്ള സ്വത്തുക്കളും നമ്മളുടെ സ്ഥാപനത്തിലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായത് കാരണം ഒരു എംപ്ലോയി
എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ ആ വ്യക്തികൾക്ക്? ഇപ്പോൾ അവർ മറ്റ് സ്റ്റാഫുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? എന്തായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് ഇയാളുടെ രീതികൾ എന്തായിരുന്നു എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അത് ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തതാണ് ഓഫർ ആൻഡ് നെഗോസിയേഷൻ. നമ്മൾ ഒരു ഫോർമലായിട്ടുള്ള ഒരു ജോബിന് ഒരു സാലറി ഓഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അഡീഷണൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൂടെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. എക്സാമ്പിളിന് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഒരു ഫോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവർക്കൊരു സിം കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. പല സ്ഥാപനങ്ങളിലും അവരുടെ സെൽഫായിട്ടുള്ള ഓൺ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു കംഫർട്ട് ആയിരിക്കില്ല. ഒന്ന്, അവരുടെ പേഴ്സണൽ ഡാറ്റ അവർക്ക് പോകുന്നുണ്ടാകും. രണ്ട്, അവർക്ക് ആ റീചാർജ് ഡാറ്റ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ നിന്ന് അവർക്ക് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നുണ്ടാവുക. അത് നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. രണ്ട്, പെട്രോൾ അലവൻസസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫുഡോ അങ്ങനെ എന്തെങ്കിലും ഒരു അഡീഷണൽ അലവൻസസും കൂടെ ബെനിഫിറ്റ് കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിൽ ചില സമയത്ത് കാൻഡിഡേറ്റ്സ് അവരുടെ ആവശ്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് സംസാരിച്ച് നമ്മൾ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു പരമാവധി ശമ്പളം നമ്മൾ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് 20,000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ എംപ്ലോയിയുടെ എക്സ്പെക്റ്റേഷൻ, കാൻഡിഡേറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇതിലും കൂടുതലാണ്. ഒരു 30,000 രൂപ ചോദിക്കുന്നു, 25,000 രൂപ ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണോ നിലവിലുള്ളത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനെയാണല്ലോ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. പരമാവധി 20,000 കൊടുക്കുക എന്ന് വിചാരിച്ചു, 10,000 രൂപ അഡീഷണൽ ചോദിക്കുന്നു. ഇതൊരു ഫിക്സഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അഡീഷണൽ എന്ത് ബെനിഫിറ്റാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു നെഗോസിയേഷനൊക്കെ നമുക്ക് നടത്താവുന്നതാണ്. നമുക്ക് നമ്മളുടെ ബഡ്ജറ്റിനകത്ത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിരിക്കുന്ന ഒരു എംപ്ലോയി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനനുസരിച്ചിട്ട് 20,000 രൂപ മാർക്കറ്റിൽ ഒരു സാലറി ഉള്ള ഒരു ജോബിന് 10,000 രൂപയെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതിനകത്ത് 20,000 രൂപയ്ക്ക് അനുസരിച്ചിട്ടുള്ളൊരു ജോലിയുള്ള ഒരാളെ വേണമെന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവുക. ഇനി അടുത്തത് ഓൺ ബോർഡിങ് പ്രോസസ്സ് എന്ന് പറയും. നമുക്ക് ഈ ആൾക്കാരുടെ ആളെ സെലക്ട് ചെയ്തു, ആളെ എടുത്തു, ഇവർ ഇതിനകത്ത് വരണമല്ലോ നമ്മളുടെ അടുത്ത്. അതിനൊരു കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഓൺ ബോർഡിങ്ങിൽ നമ്മൾ എന്താ പ്രോപ്പറായിട്ട് പറയുന്നത്? നമ്മുടെ കമ്പനിയുടെ മിഷൻ, വിഷൻ ഇതൊക്കെ നമ്മളവർക്ക് ക്ലിയറായിട്ട് പറയണം. വെറുതെ ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ജോലി നിങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ വളരെ ക്ലിയറായിട്ട് എന്താണ് നമ്മളുടെ പോളിസീസ്, എന്താണ് നമ്മളുടെ കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വന്നിട്ട് അവരുടെ ആവശ്യമുള്ള പേപ്പർ വർക്ക്സൊക്കെ ക്ലിയറായിട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമുക്ക് സാലറി ബാങ്കിലൂടെയാണ് പോകുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കുക, ആധാർ കാർഡ്, പാൻ കാർഡ്, അവരുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടതെന്നുള്ളത് അതൊക്കെ കളക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള പേപ്പർ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ വന്നിട്ട് ഈ പോളിസീസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളൂ.